ഹലോ ഫ്രണ്ട്സ്, മൈസെൽഫ് മുഹമ്മദ് സജീർ. വെൽക്കം ടു ബയോമെഡിക്കൽ കോമ്പസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബൈപ്പാപ്പ് മെഷീൻ്റെ ഡെമോ ആണ്. ബേസിക് കാര്യങ്ങൾ, അതായത് ഹൗ ടു എങ്ങനെയാണ് ഒരു യൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനറിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ മെഷീൻ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ പവർ കോഡ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പവർ സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ കോഡ് കണക്ട് ചെയ്യണം. അതിന് നമുക്ക് AC പോർട്ടും DC പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ AC പോർട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് പ്ലഗിങ് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെഷീനെ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ചാർജ് ഇടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് മെഷീൻ ഓൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആ ചാർജ് കണക്ട് ചെയ്യുന്ന അവിടെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ജസ്റ്റ് ഒരു സ്വിച്ച്. അത് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഓൺ ആവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഇച്ചിരി ടൈം എടുത്തിട്ട് നമ്മുടെ മെഷീൻ അതിൻ്റെ റെസ്മെഡിൻ്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ കാണും. ഇത് നമ്മൾ റെസ്മെഡിൻ്റെ 150 സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് മെഷീൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഓണായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും സർവീസ് ഡ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ മെഷീനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ ജസ്റ്റ് റിമൈൻഡർ പോലെ കാണിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് പൊക്കോളും. നമുക്ക് ഇനി എങ്ങനെയാണ് ഓക്സിജൻ കണക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്ന ഈ വൈറ്റ് പോർട്ട് ഉപയോഗിച്ചാണ്. അത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. വീണ്ടും പ്ലഗ് ഇൻ ചെയ്തിട്ട് നമുക്കിതിൽ കണക്ട് ചെയ്യുന്നത് ഡ്രൈ ഓക്സിജനാണ്. ഡ്രൈ ഓക്സിജൻ, അതായത് നമ്മൾ ഫ്ലോ മീറ്ററിൽ ഒരിക്കലും വെള്ളം വെക്കാൻ പാടില്ല. അത് ആലോചിച്ചാലറിയാം. നമ്മൾ ഫ്ലോ മീറ്ററിൽ വെള്ളം വെക്കുന്ന പേഷ്യൻറ്റിന് ഹ്യൂമിഡിറ്റി കൊടുക്കാനാണ്. അപ്പോൾ ഫ്ലോ മീറ്ററിൽ വെള്ളം വെക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പേഷ്യൻറ്റിന് ഹ്യൂമിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഡിവൈസ് യൂസ് ചെയ്യും. ഇതാണ് നമ്മളെ ഹ്യൂമിഡിഫയർ വരുന്നത്, പേഷ്യൻറ്റ് ഹ്യൂമിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല. ഇതിൽ മാക്സിമം ലെവൽ ഈ കാണുന്ന വരെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. ഇങ്ങോട്ട് തിരിച്ചിട്ട് അതേപോലെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻപുട്ടിൽ എന്ത് ചെയ്യാം, ഇവിടെ ഓക്സിജൻ്റെ അല്ലെങ്കിൽ ട്യൂബ് കണക്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചാണ്, എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, ആ ഹീറ്ററിൻ്റെ റേഞ്ചാണ്. അത് കൂടുന്നതനുസരിച്ച് നമുക്ക് പേഷ്യൻറ്റിന് കിട്ടുന്ന ഹ്യൂമിഡിറ്റി കൂടും. അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ മെറ്റൽ പാർട്ട് കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. ലോക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലോക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹ്യൂമിഡിഫയർ കണക്ട് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഈ എൻഡിൽ ഈ കാണുന്ന പോർട്ടിൽ നിന്നാണ് നമ്മൾ ഔട്ട്, അതായത് പേഷ്യൻറ്റിലേക്ക് ട്യൂബ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ ട്യൂബിങ്സ് ആയിരിക്കും. നമ്മുടെ ബൈപ്പാപ്പ് ഈ മെഷീനിൽ വരുന്ന സിംഗിൾ ട്യൂബിങ്സ് ആണ്. അപ്പോൾ ഇത് ഒരു എൻഡിൽ മെഷീനിൽ കണക്ട് ചെയ്യുക, ഒരു എൻഡ് പേഷ്യൻറ്റിലേക്ക് മാസ്ക് വഴിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യൽ. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് 2 ടൈപ്പ് മാസ്കുകളുണ്ട്. ഒന്ന് വെൻറ്റഡ് മാസ്കും ഒന്ന് നോൺ വെൻറ്റഡ് മാസ്കും. വെൻറ്റഡ് മാസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ മണ്ടയ്ക്ക് 2 ഹോൾ ഉണ്ടാവും. നോൺ വെൻറ്റഡ് ആണെങ്കിൽ ആ ഹോൾ ഉണ്ടാവില്ല. പേഷ്യൻ്റ് എക്സേൽ ചെയ്യുന്നത് ആ ഹോൾ വഴിയാണ്. അതിനാണ് നമ്മൾ വെൻറ്റഡ് ചെയ്യുന്നത്. അപ്പോൾ വെൻറ്റഡ് അല്ലാത്ത മാസ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലീക്ക് വാൾവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നോൺ വെൻറ്റഡ് മാസ്കിൽ വേണ്ടി മാത്രം, അതായത് വെൻറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എൻഡിൽ അതിന് ഹോൾ ഉണ്ടാവും, നടുക്കൊരു ഡയഫ്രം പോലെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് എൻഡിൽ ആ ഹോൾ വരുന്ന ഭാഗം എന്ത് ചെയ്യുക, നമ്മളെ നോൺ വെൻറ്റഡ് മാസ്കിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് വെൻറ്റഡ് മാസ്കായി. അത് ചെയ്യുന്നത് നമുക്കിതിന് സിംഗിൾ ട്യൂബിങ്സ് ആണ് വരുന്നത്. അപ്പോൾ പേഷ്യൻറ്റിലേക്ക് എയർ കൊടുക്കുക മാത്രമേ ഉള്ളൂ. പേഷ്യൻ്റ് എക്സേൽ ചെയ്യുന്നത് ഈ ഹോൾ വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരിക്കലും ഈ നോൺ വെൻറ്റഡ് മാസ്ക് ബൈപ്പാപ്പിൽ ഈ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. പേഷ്യൻറ്റിന് ഔട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഈ എന്ത് ചെയ്യണം, ലീക്ക് വാൾവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ വെൻറ്റഡ് മാസ്ക് വെൻറ്റഡ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമിഡിഫയർ കുറച്ച് സമയത്തേക്ക് ഹ്യൂമിഡിഫയർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് മെഷീനിൻ്റെ ഹ്യൂമിഡിഫയർ ഊരി മാറ്റി ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെഷീനിൽ പേഷ്യൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. മെഷീനിൽ നിന്ന് പേഷ്യൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആ ഹ്യൂമിഡിഫയർ ഇങ്ങനെ വലിച്ചൂരി ഇവിടെ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നോൺ വെൻറ്റഡ് മാസ്ക് ആണെങ്കിൽ ലീക്ക് വാൾവ് വെച്ചിട്ട്, വെൻറ്റഡ് ആണെങ്കിൽ ഡയറക്റ്റും കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, വെൻറ്റഡ് എന്ന് പറഞ്ഞാൽ മാസ്കിൽ ഹോൾ ഉണ്ടാവും, അതിൻ്റെ മണ്ടക്ക് ഹോൾ ഉണ്ടാവും. ഹോളില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സിംഗിൾ ട്യൂബിങ്സിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം സിംഗിൾ ട്യൂബിങ്സിലൂടെ തിരിച്ച് പേഷ്യൻറ്റിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആയിട്ട് വരുമ്പോൾ നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇതിൽ എയർ പോകും. അതായത് ഇപ്പോൾ പോകുന്ന വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. അത് പ്രീസെറ്റ് ചെയ്ത് വെച്ച മുന്നത്തെ പേഷ്യൻറ്റിന് യൂസ് ചെയ്ത വാല്യൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തെറാപ്പി സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഈ ഇതാണ്, ഇത് നീല കത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ പോകുന്ന വാല്യൂ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ടിക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് കാണാൻ പറ്റും. ഇതിൽ മോഡ് എസ് ടി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ടൈം. അതാണ് നമ്മൾ ബൈപ്പാപ്പ്. ഒരു പേഷ്യൻറ്റിനെ ബൈപ്പാപ്പ് മോഡിൽ ഇടാമെന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ടൈം ഉള്ള മോഡിലാണ് ഇടാം. നമുക്ക് മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല. കണ്ടോ, നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവിടെ നമുക്കൊരു ലോക്ക് സ്ക്രീൻ വരുന്നുണ്ട്. കാണോ, ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം വരുന്നുണ്ട്. ആ ചിഹ്നം ഇരിക്കുമ്പോൾ നമുക്ക് ഇതിലെ വാല്യൂസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ലോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 2 സ്വിച്ചും ഒരുമിച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡ് വരും. എത്ര സമയത്തേക്കാണ് നമുക്ക് ലോക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് കൊടുക്കുകയാണ്. 5 മിനിറ്റ് ഉണ്ട്, 120 മിനിറ്റ് ഉണ്ട്, അൺലിമിറ്റഡ്. ഞാൻ ജസ്റ്റ് 5 മിനിറ്റിന് ലോക്ക് റിലീസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഈ ലോക്ക് റിലീസായി. ഈ നിൽക്കുന്ന സമയത്ത് നമുക്ക് മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് മോഡുണ്ട്. ജനറലായിട്ട് 2 മോഡ് മാത്രമേ പറഞ്ഞുള്ളൂ. സിപാപ്പ്, നമുക്ക് സിപാപ്പ് ആദ്യം സിപാപ്പ് മോഡാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിപാപ്പ് സെലക്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് സിപാപ്പ് കൺഫേം. അപ്പോൾ സിപാപ്പ് വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. സിപാപ്പ് ഇതിൽ സിപാപ്പിൻ്റെ വാല്യൂ, അതായത് പീപ്പ് എത്രയാണെന്ന് ഡോക്ടർ പറഞ്ഞ വാല്യൂ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ലോക്കാക്കാൻ വേണ്ടി വീണ്ടും ഈ സ്വിച്ച് എന്ത് ചെയ്യാം, ഒന്നുകൂടെ പ്രസ് ചെയ്യാം. 2 സ്വിച്ച് ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് ലോക്കായി. ഇനി നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് വേണം വീണ്ടും ചെയ്യാൻ. അപ്പം ജസ്റ്റ് ഒന്നും കൂടെ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എത്ര മിനിറ്റിന് വെച്ചാൽ. ഇനി നമുക്ക് ബൈപ്പാപ്പ് മോഡ് ഏതാണെന്ന് കൂടെ നോക്കാം. ബൈപ്പാപ്പ് നമുക്കിതിൽ എസ് ടി ആണ്. എസ് ടി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആൻഡ് ടൈമാണ്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഐപാപ്പിൻ്റെ വാല്യൂ അപ്പോൾ ഐപാപ്പിൻ്റെ വാല്യൂ ഇവിടെ ഇപാപ്പിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇപാപ്പ് എത്രയാണെന്ന് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഐപാപ്പ് എത്രയാണെന്ന് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു. പിന്നെ ബാക്കപ്പ് റേറ്റ്. ഇപ്പോൾ പേഷ്യൻ്റ് അപ്നിയയിൽ പോയി കഴിഞ്ഞാൽ ഈ ബാക്കപ്പ് റേറ്റ് പറഞ്ഞാൽ എന്തായാലും 15 ബ്രീത്ത്, ഞാൻ 15 സെലക്ട് ചെയ്യുന്നതെങ്കിൽ 15 ബ്രീത്ത് എന്തായാലും പേഷ്യൻറ്റിന് കൊടുക്കും. അതാണ് നമ്മൾ ബാക്കപ്പ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും പ്രസ് ചെയ്ത് ഇപ്പോൾ മെഷീൻ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ജസ്റ്റ് ഈ തെറാപ്പി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തോളൂ. ഇവിടെ ഓക്സിജൻ കണക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്സിജൻ സാച്ചുറേഷൻ കൂടാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓക്സിജൻ്റെ ഇത് വേണം. അപ്പോൾ പേഷ്യൻ്റെ മാസ്ക് മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് ഇതാക്കും. തെറാപ്പി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും അലാർംസ് ഉണ്ടെങ്കിൽ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറാപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി പേഷ്യൻറ്റിന് എന്തൊക്കെ വാല്യൂസ് കിട്ടുന്നു അറിയാൻ വേണ്ടിയിട്ട് ഈ ലങ്സിൻ്റെ ചിഹ്നം ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ അതിൽ എത്ര ലീക്ക് എത്ര വരുന്നത്, ടൈഡൽ വോളിയം എത്രയാണ് പേഷ്യൻറ്റിന് കിട്ടുന്നത്, അതൊക്കെ റെസ്പിറേറ്ററി റേറ്റ് എത്രയാണ് പേഷ്യൻ്റെ, മിനിറ്റ് വോളിയം എത്രയാണ്, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത 2-3 വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലീക്കും ഒരുപാട് ഗ്രാഫും ടൈഡൽ വോളിയത്തിൻ്റെയും ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്കൊരു 8 വിൻഡോസ് ഇതിലുണ്ട്. പ്രഷർ ഫ്ലോ ഗ്രാഫ്, നമുക്ക് വേണ്ട ഗ്രാഫുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ തെറാപ്പി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്തു. പിന്നെ മെഷീൻ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ സ്വിച്ച് തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ഡിവൈസ് പവർ ഡൗൺ ചോദിക്കും. അതിൽ നമുക്ക് കൺഫർമേഷൻ യെസ് കൊടുത്താൽ മതി. ആ മെഷീൻ ആയിക്കോളും. ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് സിപാപ്പ് ബൈപ്പാപ്പ് മോഡുകളെ കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറായിട്ട് മെഡിക്കൽ ഡിവൈസസ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു.